ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഓർഗനൈസർ എളുപ്പത്തിന് ഉണ്ടാക്കിയെടുത്താലോ. അപ്പം ഞാൻ കുറേ വിചാരിക്കുന്നു, എൻ്റെ വീട്ടിൽ വലിച്ചു വാരി കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനൊരു സാധനം വേണം, എന്നാൽ അത് ക്യൂട്ടും ആയിരിക്കണം. അപ്പം ഉണ്ടാക്കാം. അപ്പം ആദ്യമേ ഇതുപോലത്തെ ഒരു തിന്നായിട്ടുള്ള പേപ്പറോ ക്ലോത്തോ എടുക്കുക. എന്നിട്ട് അത് ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ വീതിയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. നീളം പിന്നെ നമുക്ക് നോക്കിയിട്ട് മുറിച്ച് കളയാവുന്നുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് എൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം ഞാൻ കറക്റ്റ് എൻ്റെ ഓർഗനൈസർ എത്ര നീളത്തിന് വേണോ അത്രയിൽ ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് ഈ 2 പീസ് കാർഡ്ബോർഡ് പീസ് ഇപ്പോൾ കാണിച്ചത് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തിട്ട് അത് ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ 2 സൈഡിലും ഗ്ലൂ ഗൺ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ കിട്ടും നമുക്ക്. ഇതാണ് നമ്മുടെ ഒരു സ്കെലറ്റൻ ഫോം. അപ്പം നമുക്കിനി ഇതിനൊന്ന് കളർ അടിച്ച് മാറ്റിയാലോ. അപ്പം ഞാൻ ആദ്യം ലാവൻഡറാണ് അടിക്കുന്നത്. പക്ഷെ നിങ്ങളത് നോക്കണ്ട, എനിക്ക് എൻ്റെ പിങ്കിൽ തിരിച്ച് പോയേ പറ്റുള്ളൂ ഗൈസ്. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീണ്ടും അതിൻ്റെ ചായ മാറ്റുന്നതായിരിക്കും. അപ്പോൾ നല്ലോണം നല്ല പെയിൻ്റ് അടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇത് റെഫറൻസ് പോലെ വെച്ചോളൂ. ഇതിൽ ഞാൻ ഒരു കുറച്ച് ട്യുലിപ്സും ഒരു ബണ്ണിയും വരച്ചിട്ടുണ്ട്. പിന്നെ ആക്രിലിക് പെയിൻറ് മാർക്കേഴ്സ് യൂസ് ചെയ്ത് ഞാനതൊന്ന് കളർ അടിച്ച് കൊടുക്കുന്നുണ്ട്. ആക്രിലിക് പെയിൻറ് മാർക്കേഴ്സ് അടിപൊളിയാണ്, എനിക്കൊന്നും പറയാനില്ല. പെയിൻറ്റിങ് ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് വരെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ ഷെയ്ഡിങ്ങും ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നേരത്തെ പറഞ്ഞ ചായ മാറ്റൽ ഇതാണത്. പിന്നെ ഞാൻ പിങ്ക് അടിച്ചിരിക്കുന്നു ഗൈസ്. ഇപ്പം എനിക്ക് കുറച്ച് മനസ്സുഖം. അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചെല്ലാം ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. പക്ഷെ എന്തോ എവിടേക്കോ ഒരു കുറവില്ലേ. യെസ്. അപ്പം ഞാനൊരു മുത്തും കൂടെ അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പറയണ്ടല്ലോ അല്ലേ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.